എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഇന്നലത്തെ നമ്മുടെ തംബ്ലൈൻ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ കൊടുങ്കാറ്റൊക്കെ അടിക്കുമെന്ന് ചോദിച്ചു. കൊടുങ്കാറ്റ് പോയിട്ട് ഇളങ്കാറ്റ് പോലും നടിച്ചില്ല. എന്തൊരു മാർക്കറ്റ് ഇത്! വല്ലാത്തൊരു മാർക്കറ്റിനപ്പാ, പറയാനൊന്നുമില്ല. ഞാനൊന്ന് ബാങ്ക് നിഫ്റ്റിയിൽ വളരെയധികം ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചു. ഞാൻ അത്രയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ കോൺഫിഡൻസിൻ്റെ എന്തുവാണ് ശവപ്പെട്ടിയിൽ ഒരു ആണിയാണ് അടിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഒരു മൂവ്മെൻറ്റും കിട്ടിയില്ല. താഴോട്ടും വന്ന് മുകളിലോട്ടും പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി. വല്ലാത്തൊരു മാർക്കറ്റ് തന്നെ, പറയാതിരിക്കാൻ വയ്യ. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയുടെ നമ്മുടെ ചാർട്ട് നമ്മൾ നോക്കാം. നമുക്ക് നിഫ്റ്റി എങ്ങനെയാണ് മൂവ് ചെയ്തത് നമ്മളിന്നലെ പറഞ്ഞു. 22,150 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 22,120 200 അടിക്കുവാനും, ഇപ്പോൾ 22,083 ആണ് നമ്മുടെ ഒരു മെർജഡ് പ്രൊഫൈലിൻ്റെ ഒരു POC ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഈ മെർജഡ് പ്രൊഫൈൽ നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ മാർക്കറ്റ് കുറേ ദിവസം റേഞ്ച് ആയിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിനെ മെർജ് എടുക്കും. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒരു റേഞ്ച് കിടന്നാണ് ബാങ്ക് നിഫ്റ്റി കളിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? ഞാൻ ഒന്ന് വരച്ചുതരാം. ഈ ഒരു റേഞ്ചിൽ കിടന്നാണ് നിഫ്റ്റി കളിക്കുന്നത്. സോ അതുകൊണ്ട് അതൊരു റേഞ്ച് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു എക്സ്ക്ലൂഷൻ ഭാഗം അവോയ്ഡ് ചെയ്യാം. എന്നിരുന്നാൽ പോലും ഈ ഒരു സാധനം ട്രേഡ് നടക്കാത്ത സാധനമാണ്. കാരണം അത് ഫ്രീ ട്രിക്കാണ്, ട്രേഡ് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ന്യൂവാൻസസ് ഒക്കെ നമുക്ക് മാറ്റി വെച്ചാൽ പോലും പൊതുവെ ഒരു റേഞ്ചായിരുന്നു മാർക്കറ്റ്. ഇന്നത്തെ നമ്മുടെ റൂം, നമുക്ക് ലൈവായിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഡെയിലി എല്ലാവർക്കും റൂമിൽ കയറുന്നു, നമ്മൾ ട്രേഡ് ചെയ്യുന്നു, ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നു, മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ വെച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൽ നമ്മൾ കൃത്യമായിരുന്നു മോർണിംഗിൽ 11 o'clock മുമ്പേ തന്നെ നമ്മുടെ എ പീരീഡ് POC സെറ്റപ്പ് വെച്ചുള്ള ട്രേഡ് നമ്മൾ ചെയ്തു. ചെറിയ പ്രോഫിറ്റ് 20 പോയിൻ്റ് എടുത്തുള്ളൂ നിഫ്റ്റിയിൽ. ഇന്നലെ നമുക്ക് 20 പോയിൻറ്റ് മൈനസ് ആയിരുന്നു. നമ്മളിന്ന് 20 പോയിൻറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് 0യിലേക്ക് പോയി. സോ നമ്മൾ ഡെയിലി അത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് മോർണിംഗിൽ 11 o'clock മുമ്പ് ഒരു ട്രേഡ് എ പീരീഡ് POC വെച്ച് കിട്ടിയായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്നു. മൂവ്മെൻറ്റ് വരും. പക്ഷേ മൂവ്മെൻറ്റുകൾ വരയില്ല, ഫെയ്ഡ് ആവുകയും ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഓപ്പൺ ഫ്രം ദി ഓപ്പൺ ഈ 22,087 മുകളിൽ വരികയും ഈ 150 200 ടച്ച് തിരിച്ച് വീണ്ടും ഓൾമോസ്റ്റ് ലാസ്റ്റ് ടിക്ക് നടന്നേക്കുന്നത് 198 194 ലെവലിലാണ്. പക്ഷേ നമ്മൾ ഹാഫ് ആൻ അവർ ആവറേജ് എടുക്കുന്ന സമയത്ത് 167 ക്ലോസിങ് കാണുന്നുണ്ട്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സാണ്. സോ നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ടിക്ക് എവിടെ നടന്നത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അപ്പം മറ്റേ 22,200 റേഞ്ചിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് ഒന്ന് പോവാം. അതെന്താണ് പറയണമെന്ന് നമുക്ക് നോക്കണം. ഇനിയെങ്കിലും മൂവ്മെൻറ്റ് ഇട്ടും നമുക്ക് നോക്കണ്ടേ മാർക്കറ്റിൽ? ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ദേഷ്യം വരൂലേ, വല്ലാത്ത ഇറിറ്റേഷൻ. സോ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് എന്നാ ചാർട്ടായത്! ഒരു പി ഷേപ്പ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കവറിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ്. മാർക്കറ്റ് ഈ ഒരു ലിങ്ക് എടുത്തു, മുകളിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. എന്നാൽ ഒരു മാർക്കറ്റ് മുകളിലൊരു പി ഷേപ്പ്ഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഒരു താഴത്തെ പഴയുള്ള ഷോർട്സിൻ്റെ മുകളിൽ തന്നെ കയറിപ്പോയിട്ട് മുകളിലാണ് POC ഫോം ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ഇന്നത്തെ POC 22,182 ക്ലിയർ. 22,181 ഇന്നത്തെ POC. ഇന്നലത്തെ POC ആയ 22,195 സപ്പോർട്ടുമാണ്. ഇന്ന് കൃത്യം അതിന് അവിടെ ഓപ്പൺ ചെയ്തു. ഈ 22,158 ടെസ്റ്റ് ചെയ്തു. അതിന് മുകളിൽ 22,210 വന്നു. നാളെ നമുക്ക് മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും? നാളെ നമ്മളെ മന്ത്ലി എക്സ്പയറിയാണ്, ഫിനാൻഷ്യൽ എക്സ്പയറിയാണ്, ക്വാർട്ടർലി എക്സ്പയറിയാണ്, എല്ലാം നാളെയാണ്. നാളെ കൂടാതെ MSCIയുടെ റീബാലൻസും ഉണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ 22,180 മുകളിൽ നിൽക്കുന്ന കാലം നിഫ്റ്റിക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഏതാണ്? 22,222. ഇതൊരു ചെറിയൊരു റെസിസ്റ്റൻസാണ്. ഇതിന് മുകളിൽ ആശാൻ ഏത് ടാർഗറ്റ് തരും? 22,266. അതിന് മുകളിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടുണ്ട്. ഏത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഈ ജി പീരീഡിൻ്റെ ഹൈ ആയ ഈ ഒരു സിംഗിൾ, അതായത് നമ്മുടെ കഴിഞ്ഞൊരു ചൊവ്വാഴ്ച നമുക്ക് അടിച്ച് മാർക്കറ്റ് ഇറങ്ങിയ ദിവസത്തെ സിംഗിൾ പ്രിൻ്റായ 22,327 സ്റ്റിൽ ഒരു റെസിസ്റ്റൻസാണ്. ആ ലെവലിലും പോവാം. അതിന് മുകളിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,410 വരെ പോവാം. അപ്പം എന്താണ് വ്യക്തമായി പറയുന്നത്? ഇന്നത്തെ POC ആയ 22,181 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 22,220 ചെറിയൊരു റെസിസ്റ്റൻസാണ്. അതിന് മുകളിൽ 22,267, അതിന് മുകളിൽ 22,327, അതിന് മുകളിൽ 22,410. ഓക്കെ, ഇത് മുകളിലുള്ള റെഫറൻസ്. നമുക്കിനി താഴത്തുള്ള റെഫറൻസ് നോക്കാം. താഴത്തെ റെഫറൻസ് ഇന്നലത്തെ POC, അതായത്
ഈ 22,158 അതിന് താഴെ നിഫ്റ്റി, അതായത് ഈ 150 ഈ 181 ഒരു POC ആണെങ്കിലും ഞാൻ 22,158 ആണ് ഒരു ലെവലെടുക്കണം. 22,158 താഴെ വരുമ്പം ഇന്നലത്തെ POC ആയ 22,095 ഒന്ന്, അതിന് താഴെ ഈ ഒരു ലെവൽ ഏതാണ്, ഈ ഒരു 22,023 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഏതാണ്, ഈ ഒരു ലെവൽ എടുക്കും. അതിന് താഴെ ആശാൻ അടുത്ത ലെവലായ 21,970യും അതിന് താഴെ ഈ POC ആയ 21,907 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ താഴോട്ട് വരാണെങ്കിൽ 22,181 ഫസ്റ്റ് POC, അതിന് താഴെ നിൽക്കുന്നു 22,158, അതിന് താഴെ 22,095, അതിന് താഴെ 22,023, അതിന് താഴെ 21,970, അതിന് താഴെ 21,907. ഇത്രയും ലെവൽസാണ് താഴോട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ആ നിഫ്റ്റിയുടെ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും എല്ലാം എടുത്ത് ഡിലീറ്റ് കളയാം. കാണുമ്പോൾ നമുക്കൊരു ഒരു വൃത്തിയുടെ പോലെ നമുക്ക് എല്ലാം അങ്ങ് എടുത്ത് കളയാം. ഞാൻ എല്ലാം ഡിലീറ്റ് കളയണേ, നമുക്കതൊന്നും വേണ്ട, നമുക്ക് ഫ്രഷ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു ഈസി ആയിരിക്കും കാണുള്ളൂ. നമുക്ക് ഞാൻ ഇന്ന് മാർക്കറ്റിന് വളരെയധികം കിലുക്കത്ത് രേവതി പറഞ്ഞല്ല, അവിടെ നമ്മൾ ഓടിച്ചെന്നപ്പം അവിടെ എന്തിരി നമ്മൾ പറയൂലേ, അവിടെ തീയുമില്ല ഒരു കുന്തവുമില്ല, നോക്കി നിൽക്കുമ്പോൾ ഒരു ആന. ഇവിടെ ആന പോലും കിട്ടിയില്ല. വല്ലാത്തൊരു മാർക്കറ്റ് തന്നെ. ഇത്രത്തോളം കുറേ റേഞ്ച് നിൽക്കുന്ന സമയത്ത് ഒരു എക്സ്പാൻഷൻ വരുന്ന പ്രതീക്ഷയാണ്. എന്നാൽ കൃത്യം ആ POCയുടെ മുകളിലാണ് ഓപ്പൺ ചെയ്യുകയും ചെയ്തത്. സോ ഞാൻ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചു. ഇപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. നിഫ്റ്റിയുടെ നമ്മളെ ഇന്നത്തെ POC ആയ 22,181 നമ്മളവിടെ മാർക്ക് ചെയ്തു. എൻ്റെ കൈക്ക് ഇപ്പോഴൊരു ആ കൃത്യം പോയിന്റിൽ എത്താൻ ഒരു പാട് പോലെ തോന്നും. നമ്മളെ കൈ ഇങ്ങനെ മൂവ്മെൻറ്റ് കുറച്ചേ വന്നുള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിന് മുകളിൽ ആശാൻ ഏതാണ് അടുത്ത വരുന്നത്, 22,220. ഇതാണ് ആ ലെവലേ. ഇത് നമുക്ക് ബ്ലാക്ക് ആയിട്ട് കൊടുക്കാം, കാരണം അത് റെസിസ്റ്റൻസ് ആണല്ലോ. അതിന് മുകളിൽ 22,267. ഓക്കെ, അതിന് മുകളിൽ 327. ഓക്കെ, അതിന് മുകളിലാണ് 410 എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെവൽ. ഓക്കെ, സോ മുകളിലത്തെ ലെവൽ നമ്മൾ വരച്ചു. ഇനി നമുക്ക് താഴോട്ടുള്ള ലെവൽ നോക്കണം. താഴോട്ട് എവിടെയാണ്, ഫസ്റ്റ് 22,158. അത് നമുക്ക് പച്ച കൊടുക്കാം. ആശാൻ സപ്പോർട്ടല്ലേ, അപ്പോൾ ആശാൻ നമുക്ക് പച്ച കൊടുത്താലല്ലേ പറ്റുള്ളൂ. അതിന് താഴെ ഇന്നലത്തെ POC ആയ 22,095. ഇന്ന് കൃത്യം അവിടെ ആശാൻ സപ്പോർട്ട് എടുത്ത് പോയത്. ഓക്കെ, അതിന് താഴെ 22,023. അതിന് താഴെ 21,970. ഓക്കെ, അതിന് താഴെ 907. അപ്പോൾ ഇത് താഴെയുള്ള സപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്ക് നോക്കണം 182 to 158 നോ ട്രേഡ് സോണാണ്. ഈ 158 താഴെ നമ്മുടെ ഡൗൺവേർഡ് റെഫറൻസ് വരും. 220 താഴെ അപ്പോർഡ് റെഫറൻസും വരും. നാളത്തെ മാർക്കറ്റ് എക്സ്പയറി ഡേ ആയതുകൊണ്ട് എങ്ങനെ വേണം ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ മൂവ്മെൻറ്റ് ഇല്ലാതെ ഈ ഒരു ലെവലത്തെ നിഫ്റ്റി തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. കാരണം ഞാനൊരു വീക്കിലി അനാലിസിൽ പറഞ്ഞിട്ടുണ്ട് 22,200 മുകളിൽ നിഫ്റ്റിയെ ക്ലോസ് ചെയ്യേക്കാനുള്ള 22,000 മുകളിൽ നിഫ്റ്റിയെ ക്ലോസ് ചെയ്യേക്കാനുള്ള ഒരു യജ്ഞമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം NAV അഡ്ജസ്റ്റ്മെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിന് മുകളിൽ തന്നെ മാർക്കറ്റിനെ ക്ലോസ് ചെയ്യിക്കാൻ വേണ്ടി പല രീതിയിൽ നടക്കും. ഇന്ന് FIs നല്ല ബൈക്കിങ് കൊണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വെച്ചേക്കുക. ഈ ഫിനാൻഷ്യൽ ഇയറിലെ ആ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് നാളെ സംഭവിക്കാൻ പോണത്. വെള്ളിയാഴ്ച അവധിയും കൂടെ ആയതുകൊണ്ട് തിങ്കളാഴ്ച ഇനി മാർക്കറ്റുള്ളൂ. സ്വാഭാവികമായും 3 ദിവസം അവധി. അപ്പം പൊതുവേ ഒരു എന്തുവാണ് ഈസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നാളെ 3 ദിവസം അവധിയും കൂടെ ആയതുകൊണ്ട് മാർക്കറ്റിൽ കാരണം നമുക്ക് വേൾഡ് മാർക്കറ്റെല്ലാം ഹോളിഡേ ആണല്ലോ വെള്ളിയാഴ്ചയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഒരു വോളിയത്തിൻ്റെ ലാക്ക് നാളെ വോളിയം വരാതിരിക്കാം, വോളിയം മൂവ്മെൻറ്റ് വരാതിരിക്കാം. നാളെ ഓപ്പണിങ്ങിൽ A പീരീഡിലെ വോളിയം നോക്കണം. നമുക്കിനി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം. ഈ ബാങ്ക് നിഫ്റ്റി ആശാൻ എന്ത് തരണമെന്ന് നോക്കണമല്ലോ നമുക്ക്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാവാത്ത മൂവ്മെൻറ്റാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന്
കണ്ട എത്ര ദിവസമായി ഈ ഒരു റേഞ്ച് കിടന്ന് ബാങ്ക് നിഫ്റ്റി കളിക്കണം. ഇന്നലെ ഒരേ POC ആയിരുന്നു. ഇന്ന് അതിന് മുമ്പത്തെ POC ടച്ച് ചെയ്ത് പോയി. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 46,912 അല്ല, എൻ്റെ കണക്കൂട്ടല്ല 47,040 മുകളിൽ ഈ POCക്ക് മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ബൈങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇനി വേറൊരു കാര്യം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 46,600 ഈ ലെവലിൽ 46,600 ഈ പറഞ്ഞ എ പീരീഡിൻ്റെ 46,600 സ്ട്രോങ് ഡിമാൻഡുണ്ട്. ഇന്ന് ആ ഡിമാൻഡ് കുറച്ചുകൂടെ മുകളിൽ ഒന്നുണ്ട്. സോ 46,600 എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. അതിന് താഴെ ഈ POC ആയ 46,407 അതിന് താഴോട്ട് അടുത്തത് 46,268 അതിന് താഴെ ഈ POC ആയ 46,088 46,088 ഒരു സപ്പോർട്ടാണ്. ക്ലിയർ ആയല്ലോ. ഇനി ബാങ്ക് നിഫ്റ്റി ബൈയിങ് ലെവൽ എപ്പോഴും ഞാൻ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, ആ റെഫറൻസ് 47,040 മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റി ചിന്തിക്കുകയുള്ളൂ ബൈയെക്കുറിച്ച്. അതിന് മുകളിൽ ഫസ്റ്റ് ടാർഗറ്റ് 47,243, ആ സെക്കൻഡ് ടാർഗറ്റ് 47,381, തേർഡ് ടാർഗറ്റ് 47,550. സോ ഈ 3 ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നാളെ എന്നെ സംബന്ധിച്ച് എനിക്ക് മാർക്കറ്റ് ചിലപ്പോൾ ഈ റേഞ്ചിൽ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് തരാം. നാളെ ലാസ്റ്റ് ദിവസമാണ്. വൈകിട്ട് 3 മണിക്ക് MSCI ഒരു റീബാലൻസിങ് ഉണ്ട്. ഈ സ്റ്റോക്സിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റീബാലൻസിങ് നാളെ നടക്കാൻ ഉണ്ട്. അതൊക്കെ കൊണ്ട് കുറച്ച് വോളറ്റിലിറ്റി വരാം, ഉച്ചയ്ക്ക് ശേഷവും വരാം, കാലത്ത് ഒരു വോളറ്റിലിറ്റി വരാം. നാളെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മോർണിംഗിലാണ്. അപ്പോൾ മോർണിംഗിൽ എ പീരീഡ് POC സെറ്റപ്പ് കിടലൻ ട്രേഡ് സെറ്റപ്പാണ്. നമ്മൾ ലൈവ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ അത് ട്രേഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ പറഞ്ഞ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ കൃത്യമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, കുറച്ചുകൂടെ കൂടുതൽ ഈസിയായ രീതിയിൽ ചെയ്യുക. ഒരു 11 മണിക്കുമ്പോൾ ഒരു ട്രേഡ് സെറ്റപ്പ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ആ മാർക്കറ്റാണ് സുഖം. അറിയാമല്ലോ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒറ്റയടിക്ക് മാർക്കറ്റ് ഒരു ഇറക്കം എന്താണ് ആ ഒരു നമ്മളൊരു 200 കിടന്ന മാർക്കറ്റ് ഒറ്റയടിക്ക് 140 തല വന്നു, VWAPന് തല വന്ന് വീണ്ടും കൊണ്ട് കയറ്റി കളഞ്ഞു. സോ പൊതുവേ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മളൊരു 12 മണിക്ക് മുമ്പേക്ക് നമ്മളൊരു പ്രോഫിറ്റ് എടുത്ത് മാറിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്കൊരു ഗ്രീൻ MTMലേക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ കൃത്യമായി ഓർത്തുകൊള്ളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്പർ റെഫറൻസ് 47,040, ഡൗൺവേർഡ് റെഫറൻസ് 46,410, നിഫ്റ്റിയെ സംബന്ധിച്ച് 220 മുകളിലോട്ടും 180 താഴോട്ടും, 22,220 മുകളിലോട്ട് 22,150 താഴോട്ട്. ഈ രണ്ട് ഇടയ്ക്ക് കളിക്കുകയാണെങ്കിൽ പ്യൂർലി റേഞ്ച് ആയിരിക്കും മാർക്കറ്റ്. നാളെ നിഫ്റ്റിയുടെ ദിവസമാണ്, ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ദിവസമാണ്. നാളെ MSCI നാളെ ഒരു സ്റ്റോക്സിൻ്റെ റീബാലൻസിംഗ് ഉള്ള ഇൻഡെക്സിൻ്റെ റീബാലൻസിംഗ് ഉള്ള ദിവസമാണ്. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഫിനാൻഷ്യൽ ക്ലോസിങ്, 3 ദിവസം അവധി, ഇതൊക്കെ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് പൊസിഷൻ എടുക്കുക. ഏപ്രിലിൽ നല്ല വോളറ്റിലിറ്റി പ്രതീക്ഷിക്കുന്ന മാർക്കറ്റിൽ ആ സമയത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. സോ ഒരിക്കലും കൂടി ക്രിറ്റിക്കൽ ടെക്കിൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത് നന്ദി. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്സ് വളരെ കുറവായി തോന്നുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ മാക്സിമം ലൈക്ക് നിങ്ങൾക്ക് തരിക. അതാണ് നമ്മുടെ സപ്പോർട്ട്. പുതിയ വീഡിയോസ് വരുന്നു, അപ്പോൾ നമ്മളിനി അടുത്ത നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അഡ്വാൻസ് സെറ്റപ്പിലേക്ക് ഈ ആഴ്ച തൊട്ട് പുതിയ വീഡിയോസ് തുടങ്ങി. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബേസിക് 5 വീഡിയോസ് കഴിഞ്ഞു. ഇനി മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അടുത്ത അഡ്വാൻസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ പുതിയ വീഡിയോ തരുന്നപ്പോൾ നിങ്ങളുടെ ഈ പ്രചോദനം, നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ലൈക്കും കമൻറ്റും ഷെയറുമാണ്. അപ്പോൾ അത് തരിക. അപ്പോൾ ഒരിക്കലും കൂടി നിങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ വിട പറയുന്നത് നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. എല്ലാവർക്കും ശുഭരാത്രി. നാളെ മാർക്കറ്റിൽ കാണാം.